നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത കേസ്. കുറ്റം ജയിലിന് മുന്നിലെ സ്വീകരണം. ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജന സമാധാനം തകർത്തെന്ന എഫ്ഐആർ. മഹാരാജാസ് കോളേജിലെ അക്രമത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് KSUക്കാരൻ മുഹമ്മദ് ജിലാൽ. പോലീസ് അന്വേഷണം തുടരുന്നു. ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാം കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അവനെ കിടത്തുന്നതും അവന് ആഹാരം കൊടുക്കുക എല്ലാം സകലമായ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കുടുംബത്തിനു വേണ്ടി ജീവിച്ചൊരു വിദ്യാർത്ഥി. ഓട്ടിസം ബാധിച്ച അനിയൻ അപ്പുവിന് എല്ലാം നിഖിൽ. രോഗിയായ അമ്മയ്ക്കും കൈത്താങ്ങ്. പുണ്യം ചെയ്യണം. എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട് പിന്നെ അവന് പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെയും നോക്കണം, അപ്പൂനെയും നോക്കണം. ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ മോനെ കൊണ്ട്. ഞാൻ അവന് കരഞ്ഞ് കണ്ടിട്ടില്ല, വിഷമിച്ച് കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കും, നിനക്ക് കരച്ചിലൊന്നും വരത്തില്ല എന്ന് ചോദിക്കും. നോക്കിയാലും ഇവരുടെ മുമ്പിൽ അല്ലെന്നേ മുമ്പിൽ പോയിരുന്നു. ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ഈ കുട്ടി ജീവിതം. ഞാൻ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം, ഇവരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം. എൻ്റെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ പോരല്ലോ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. നിഖിലിനെ പകർത്തി ന്യൂസ് 18. ഗവർണറുടെ സെനറ്റ് നാമനിർദ്ദേശത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതിയിൽ. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഹർജിയും പരിഗണിക്കും. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കണമെന്ന പൊതുതാൽപര്യ ഹർജിയും കോടതിയിലെത്തും. അണിഞ്ഞൊരുങ്ങി അയോധ്യ. 3-ാം നാൾ പ്രാൺ പ്രതിഷ്ഠ. പൂജകൾ പുരോഗമിക്കുന്നു. പൊതുജനത്തിന് പ്രവേശനം ഇന്നുകൂടി. ശ്രീരാമ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്ത്. വഡോദര ബോട്ട് അപകടത്തിൽ മരണം 16. മരിച്ചവരിൽ 14 വിദ്യാർത്ഥികൾ. 6 പേരെ കാണാനില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. ജാമ്യം ലഭിച്ചതിനു പിന്നാലെ പൂജപ്പുര ജയിലിന് മുന്നിൽ നൽകിയ സ്വീകരണം ഒരുക്കിയതിനാണ് 12 പേർക്കെതിരെ കേസ്. കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയും കേസുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 2ാം പ്രതിയാണ്. ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജന സമാധാനം തകർത്തു. സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. പോലീസ് ആജ്ഞ ലംഘിച്ച് അന്യായ പ്രവൃത്തി നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. KSU പ്രവർത്തകനായ മുഹമ്മദ് ഇജ്ലാലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 8ാം പ്രതിയാണ് ഇജ്ലാൽ. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഒരു അറസ്റ്റ് കൂടി ഉണ്ടാകുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, ഒരു അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 19ഓളം പേർക്കെതിരെയാണ് ഈ കേസിൽ ഈ പ്രതിപട്ടികയിലേക്ക് ചേർത്തിരിക്കുന്നത്. 10 പേരെയും കണ്ടാൽ 15 പേരെയും കണ്ടാൽ അറിയാവുന്ന 4 പേരെയും കൂടി ചേർത്താണ് ഈ കേസിൽ പ്രതിപട്ടികയുള്ള കേസിലേക്ക് പ്രതി ചേർത്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളിലും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് SFIയും KSUവും ഫ്രറ്റേണിറ്റിയും പരസ്പരം ആരോപിക്കുകയാണ് തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നുള്ള ആക്ഷേപമാണ് ഇനി 3 സംഘടനകളും തന്നെ പരസ്പരം ആക്ഷേപിക്കുന്നത്. ഒപ്പം 2 പേരെ കുത്തേറ്റ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി കുത്തേറ്റ എപ്പോഴും ആശുപത്രിയിൽ തുടർന്നു. ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകന് പരിക്കുണ്ട്. KSUവും ഫ്രറ്റേണിറ്റി പ്രവർത്തകരും ചേർന്നാണ് തങ്ങളെ മർദ്ദിച്ചതെന്നാണ് SFI ആരോപിക്കുന്നത്. ഇന്നലെ നടന്ന ഈ സംഘർഷത്തെ തുടർന്ന് കോളേജ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായി കോളേജ് തുറക്കുന്നത് സംബന്ധിയായ
യോഗങ്ങൾ ചേരും, പാരൻസ് മീറ്റിംഗും അതോടൊപ്പം തന്നെ സർവകക്ഷി യോഗങ്ങൾ അടക്കമുള്ളവ ചേരും. എങ്കിൽ മാത്രമേ കോളേജ് തുറക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അയാളുടെ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോളേജ് ക്യാമ്പസിൽ, മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഏതായാലും 10ഓളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പസിലും പുറത്തുമായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു അധ്യാപകനെ അടക്കം ആക്രമിച്ചു എന്ന പേരിൽ പരാതി ഉയർന്നിരിക്കുകയും അധ്യാപകൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘർഷ ഭൂമിയായിട്ട് ഇപ്പോൾ മഹാരാജാസ് കോളേജ് മാറിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ആ കോളേജിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സംഘർഷം. പരിക്ക് പറ്റിയ ആൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആംബുലൻസിനകത്ത് പോലും സംഘർഷമുണ്ടാകുന്നു. ആ രീതിയിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടികൾ കടുപ്പിച്ചുകൊണ്ടടക്കം ആ പോലീസ് മുന്നോട്ട് പോവുകയും 19ഓളം പേർക്കെതിരെ, വിദ്യാർത്ഥികൾ ആയ 19ഓളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ KSU പ്രവർത്തകനും കണ്ണൂർ സ്വദേശിയുമായ മുഹമ്മദ് ഇജാലിൻ്റെ അറസ്റ്റാണ്. കേസിൽ 8ാം പ്രതിയാണ്. SFI പ്രവർത്തകരെ പരിക്കേൽപ്പിച്ച കേസിൽ 8ാം പ്രതിയാണ് ഇയാളുടെ അറസ്റ്റാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് സാഹചര്യം. കൂടുതൽ അറസ്റ്റ് എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കണം. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കാളികളാകേണ്ടതില്ല എന്ന UDF നേതൃയോഗത്തിൽ തീരുമാനം. ഇടത് സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചാൽ അണികൾക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന ബജറ്റിൽ കൂടുതൽ ജനപ്രിയ പദ്ധതികൾ ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നതിന്റെ കാരണങ്ങൾ കേന്ദ്ര സർക്കാർ മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രമാണ് ഇടത് സർക്കാരിന്റേതെന്നും ഘടകകക്ഷി നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ച മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നും സ്വീകരിക്കാത്ത ശൈലിയാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ജന്തർ മന്ദർ ഉൾപ്പെട്ട ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ പോലും ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുന്നില്ല. ശക്തമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ച തമിഴ്നാടിനോടും കർണാടകത്തോടും പഞ്ചാബിനോടും ഒന്നുമില്ലാത്ത പ്രതികാരം മോദി സർക്കാർ കേരളത്തോട് മാത്രം കാണിക്കുന്നത് എന്തിനാണ്? കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഓൺലൈനായി ചേർന്ന UDF നേതൃയോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഇങ്ങനെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയമാണ് നിലവിലെ ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നാണ് UDF നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. കടുത്ത ധനപ്രതിസന്ധിക്കിടയിലും നവകേരള സദസ്സിനായി കോടികൾ ചെലവഴിച്ചത് ദൂർത്താണെന്നും നേതൃയോഗം വിമർശിച്ചു. കേന്ദ്രവിരുദ്ധ സമരത്തിൽ സർക്കാരിനൊപ്പം ചേർന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാൻ UDFും കൂട്ടുനിന്നെന്ന വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുമെന്നും ഘടകകക്ഷി നേതാക്കൾ യോഗത്തെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കണമെന്ന പൊതുധാരണയിലാണ് UDF നേതൃയോഗം അവസാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. എക്സാലോജിക് വിവാദം ചൂടുപിടിക്കുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. വീണ വിജയന് പുറമെ മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണമുണ്ട്. വിഷയത്തിൽ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഇടപെടലും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് വിവാദം ഉയർന്നപ്പോൾ തന്നെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള ആരോപണമെന്ന നിലപാട് CPM സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഡൽഹി സമരത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ ഗവർണറുടെ സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്തു നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരള സർവകലാശാലയിലെ 4 ABVP പ്രവർത്തകരുടെ നിയമനത്തിന് സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേയുണ്ട്. നന്ദകിഷോർ, അരുണിമ അശോക് എന്നീ SFI പ്രവർത്തകരാണ് ഹർജിക്കാർ. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് അംഗം N. ആസിഫ് നൽകിയ ഹർജിയും ഹൈക്കോടതി ഒപ്പം പരിഗണിക്കും. കേരളയിലെ സർക്കാർ നോമിനികളായി നിയമിക്കപ്പെട്ട 3 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്ത് മുൻ കുസാറ്റ് വൈസ് ചാൻസലർ നൽകിയ ഹർജിയും ഇതിനൊപ്പം പരിഗണിക്കും. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് G. മുരളീധരൻ, ഡോക്ടർ JS ഷിജുഖാൻ, മുൻ MLA R. രാജേഷ് എന്നിവരുടെ നിയമനമാണ് ചോദ്യം ചെയ്തത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് കേരള സർവകലാശാല കേസിന് പിന്നാലെ പരിഗണിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക VCമാരാണ് ചുമതല വഹിക്കുന്നത്. ഇത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഗവർണറെ കുറ്റപ്പെടുത്തിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത്. സർവകലാശാല നിയമനങ്ങളിൽ നിയമസഭാ ഭേദഗതി വരുത്തി. ഭേദഗതി അനുസരിച്ച് എക്സ് ഒഫിഷ്യോ ചാൻസലർ ആയ ഗവർണർ ആവില്ല പുതിയ ചാൻസലർ. വൈസ് ചാൻസലർമാരുടെ നിയമനാധികാരം
ഗവർണറിൽ നിന്നും എടുത്തു കളയുന്നതാണ് നിയമ ഭേദഗതി. എന്നാൽ നിയമ ഭേദഗതിക്ക് അംഗീകാരമായിട്ടില്ല. ഇതുകൊണ്ടാണ് തീരുമാനം വൈകുന്നത്. സാമ്പത്തിക വിദഗ്ധയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രൊഫസറുമായ ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. അണിഞ്ഞൊരുങ്ങി അയോധ്യ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നുകൂടി മാത്രമാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിന്റെ അവസരമുള്ളത്. പ്രതിഷ്ഠയ്ക്ക് ശേഷമായിരിക്കും ഇനി പ്രവേശനം. ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തുവന്നു. രഞ്ജിത് രാമേന്ദ്രൻ അവിടെ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഉള്ള പൂജാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാംലല്ല വിഗ്രഹം, പുതുതായി പണികഴിപ്പിച്ച രാംലല്ല വിഗ്രഹം ശ്രീകോവിലിൽ എത്തിച്ച് അതിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് 21 വരെ, 22-നാണ് നമുക്കറിയാം, 21 വരെ ഈ പൂജാ ചടങ്ങുകൾ നടക്കും. 22-നാണ് പ്രധാനപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ഇന്നുകൂടി മാത്രമാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിനുള്ള സമയം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനുശേഷം 20-ാം തീയതി, നാളെ 20, 21, 22 തീയതികളിൽ ക്ഷേത്രം പൂർണ്ണമായും അടച്ചിടും. ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് പൊതുജനങ്ങൾക്ക് ദർശനമുണ്ടാകില്ല. വീണ്ടും 23 മുതലാണ് പൊതുജനങ്ങൾക്കായുള്ള കാര്യങ്ങൾ ഒരുങ്ങുക. അങ്ങനെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായി വരുന്നു. 22 നമുക്കറിയാം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം. പ്രധാനമന്ത്രി അടക്കം 5 പേർക്കും, അല്ലാതെ ഈ ശ്രീകോവിലിനുള്ളിൽ പ്രവേശനം. അല്ലാതെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഇങ്ങോട്ടേക്ക് കേരളത്തിൽ നടക്കുമ്പോൾ ആളുകളെ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ അവർക്ക് മാത്രമായാകും 23-ാം തീയതി ചടങ്ങുകൾ പുരോഗമിക്കുക. അയോധ്യ നഗരം ഒട്ടാകെ ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു ചടങ്ങിനായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുന്നു. എല്ലാ തലത്തിലുമുള്ള സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അയോധ്യ നഗരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പ്രൗഢഗംഭീരമായ തരത്തിൽ വലിയൊരു കോർഡിനേഷനോട് കൂടി തന്നെ ഈ സംസ്ഥാനങ്ങളെല്ലാം ഒരുങ്ങുന്നു. തീർത്ഥാടകർക്ക് ഇന്നുകൂടി വരാം എന്നുള്ളത് കൊണ്ട് ഇന്നും നിരവധി ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കും. ഇന്നലെയൊക്കെ ദിനംപ്രതി 50,000-ന് മുകളിൽ ആളുകൾ വന്നു പോയൊരു പശ്ചാത്തലമുണ്ട്. 23-ന് ശേഷം നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഹോട്ടൽ മുറികളെല്ലാം പൂർണ്ണമായും ബുക്കിംഗ് ആയി കഴിഞ്ഞു. ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും ഫുള്ളാണ്, ബുക്കിംഗ് ഫുള്ളാണ്. അതുപോലെ എയർപോർട്ടിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. ചാർട്ടേഡ് വിമാനങ്ങളടക്കം വരും ദിവസങ്ങളിലെത്തും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളെ അയോധ്യയിലേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൈബർ ഭീഷണികൾ കൈകാര്യം ചെയ്യാൻ ഉന്നതതല സംഘം എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് നഗരം. കേന്ദ്ര സർക്കാരിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ഇന്റലിജൻസ് ബ്യൂറോ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി ടീം എന്നിവരും സൈബർ വിദഗ്ധരും അയോധ്യ നിയന്ത്രിക്കുന്നു. സൈബർ ലോകത്ത് പ്രചരിക്കുന്ന വിദ്വേഷകരമായ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്ഷേത്രനഗരിയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിനെ വിന്യസിച്ചു. അങ്ങനെ സർവ്വ ഒരുക്കങ്ങളും സൂക്ഷ്മതയോടെ പൂർത്തിയാക്കുകയാണ് ഭരണകൂടം. A large number of people have been deployed for ensuring cleanliness. Close to 5,000 people are deployed, including machines and all that. It makes a huge impact. We have a large number of personnel deployed for ensuring that lights, toilets, garbage and all these are catered to, and they are able to give a wonderful performance. And apart from that, all the other departments are doing their best for making this event a huge success in terms of the kind of facility for the roads, for the stay arrangements of people, for the comfort of people through the night shelters, through Rand Basera, through the arrangements in hotels, so on and so forth. 1548 ഇടങ്ങളിലാണ് CCTV ക്യാമറകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമായുള്ള ആന്റി മൈൻ ഡ്രോണുകളും അയോധ്യയിൽ വിന്യസിക്കും. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. 21-ന് വീണ്ടും പ്രധാനമന്ത്രി അയോധ്യയിലെത്തുകയാണ്. അയോധ്യ പ്രക്ഷോഭത്തിന് ശേഷം 1992-ലാണ് നരേന്ദ്രമോദി രാമജന്മഭൂമിയിലെത്തിയത്. അന്ന് BJPയുടെ സാധാരണ പ്രവർത്തകനായി പാർട്ടി പരിപാടിക്കാണ് വന്നത്. മോദി താമസിച്ച ജാനകി മഹലിലെ ജീവനക്കാർ ഇന്നും അത് ഓർത്തെടുക്കുകയാണ്.
രാമജന്മഭൂമിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ശ്രീ ജാനകി മഹൽ ട്രസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജാനകി മഹൽ ട്രസ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 31 വർഷം മുൻപുള്ള ഒരു ചരിത്രമാണത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ 108-ാം നമ്പർ റൂമിൽ 1991 താമസിച്ചിരുന്നു. അദ്ദേഹം അന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു. പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ മുറിയിൽ താമസിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഈ മുറിയിലാണ് അദ്ദേഹം താമസിച്ചത്. 108-ാം നമ്പർ മുറിയിലാണ് മോദി താമസിച്ചത്. അന്ന് ഇവിടെ അദ്ദേഹം 4 ദിവസത്തോളം ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, നമ്മൾ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം അന്ന് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. രാമജന്മഭൂമി, അതായത് അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇനി ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. आपको याद है वो दिन आप इधर था? हाँ, यहाँ यही में रुके थे सब, ये में और ये में दोनों में रुके थे. हाँ, और उस दिन वो इधर साधा पार्टी वर्कर था वो? हाँ, यहीं पर थे. और जब वो जन्मभूमि गिरा था तो सब वो अपने हाल है उसमें मीटिंग किए थे. यहीं से गए थे तो उस दिन बाबरी मस्जिद गिरा था उसी दिन. हाँ, अब तो इसमें कौन रहता है? इसमें तो आम यात्री को अभी दे रहे हैं. പിന്നീട് 3 വർഷം മുൻപ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിടാനാണ് മോദി എത്തിയത്. പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ വീണ്ടും മോദി അയോധ്യയിലെത്തുമ്പോൾ ട്രസ്റ്റ് അധികാരികളും ആഹ്ലാദത്തിലാണ്. नहीं, वो आए थे जब सोमनाथ की यात्रा लेके अडवाणी जी आए थे हमारे यहाँ, तब वो यहाँ पर आके रुके थे. यहाँ पर जलपान भोजन किए, उसके बाद वो आगे निकल. तो अडवाणी जी के साथ में मोदी जी भी थे. ജാനകി മഹൽ ട്രസ്റ്റിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ. ഇടവേള. ഈ പരിപാടി നിങ്ങൾ ഗുജറാത്തിലെ വഡോദരയിൽ ബോട്ട് മുങ്ങി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 16 പേർ മരിച്ചു. സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്കായി എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 14 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ഉൾപ്പെടുന്നു. 10 പേരെ രക്ഷപ്പെടുത്തി. 5 വിദ്യാർത്ഥികളെയും 1 അധ്യാപകരെയും കണ്ടെത്താനുണ്ട്. 31 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങി തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുരസുന്ദരി ദേവി ക്ഷേത്രം. 15 അടി ഉയരത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത ശനീശ്വര വിഗ്രഹമാണ് പൗർണമിക്കാവിൽ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്നത്. 51 അക്ഷരദേവതാ പ്രതിഷ്ഠ, ഒറ്റക്കല്ലിൽ തീർത്ത പഞ്ചമുഖ ഗണപതി വിഗ്രഹം, ഹാലസ്യ ശിവന്റെ പൂർണ്ണകായ പ്രതിഷ്ഠ തുടങ്ങിയവയ്ക്ക് ശേഷമാണ് ശനീശ്വര പ്രതിഷ്ഠ. കന്യാകുമാരിയിൽ പൂർത്തിയായ ശില്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ വിവിധ ആരാധനാ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് പൗർണമിക്കാവിൽ എത്തിച്ചേർന്നു. കൽത്തൂണുകളിൽ നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷമായിരിക്കും ശനീശ്വര വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ന്യൂസ് 18-ലെ പാഠം 4-ലൂടെ വൈറലായ നിഖിൽ എന്ന ചേട്ടനെയും ഓട്ടിസം ബാധിച്ച അനിയൻ അപ്പുവിനെയും മലയാളികൾ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. അനുജൻ അപ്പുവിനെ തേടി ഞങ്ങൾ തിരുവനന്തപുരത്തെ നിഖിലിന്റെ വീട്ടിലെത്തി. കേട്ടതിലും ഏറെ ദുരിതപൂർണ്ണമാണ് ആ വിദ്യാർത്ഥിയുടെ ജീവിതം. കണ്ണ് കടലാക്കുന്ന ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പം അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെ കൂടെ വയ്ക്കാൻ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. അപ്പം എൻ്റെ ജീവിതം ഇതാണ്. അവനെ നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, അതിൻ്റെ കൂടെ പഠിത്തം. എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പം എന്താ പറയുക, സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാറുണ്ട്
എന്ന് പറയാനൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ, അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും നിങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ നിഖിലിൻ്റെ സെൻറ്റ് തോമസ് സ്കൂളിൽ +2 പഠിക്കുന്ന നിഖിലിൻ്റെ വീഡിയോ. അനിയൻ ഓട്ടിസ്റ്റിക് ആണ്, അമ്മയ്ക്ക് പാർക്കിൻസൺസ് രോഗമാണ്. അനിയനെയും അമ്മയും നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് നിഖിലാണ്. പക്ഷെ അവനത് പറഞ്ഞത് അത്രയും പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആ സ്കൂളിലെ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ വീട്ടിലെ നിഖിൽ എന്താണെന്ന് അറിയണം. അതുപോലെ അനിയൻ അപ്പൂനെ കാണണം, അമ്മയും കാണണം. കേറാം. ഹലോ. അപ്പൊ ഇതാണ് നമ്മുടെ നിഖിൽ. ഇത്രയും വൈറലായ നിഖിൽ വൈറലായത് നിഖിലിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടല്ല, പക്ഷെ അവന്റെ പോസിറ്റീവ് കണ്ടിട്ടാണ്. ഇത് നിഖിലിനെ കാട്ടി ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവാം, ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ നിഖിലിന്റെ ആ പോസിറ്റിവിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഓടുന്ന കണ്ടില്ലേ വൈറലായിട്ട്. നമുക്ക് അകത്തോട്ട് പോയാലോ? അപ്പു അവിടെ ഉണ്ട്. അപ്പൊ അപ്പുവിനെ നേരത്തെ പരിചയപ്പെടുത്തി. അന്ന് നമ്മളെല്ലാവരും അപ്പുവിനൊരു ഹായ് ഒക്കെ പറഞ്ഞാണ്. അപ്പു കിടക്കുവാണ്. ഹലോ അപ്പു, ഹലോ ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ. ആ ഓ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ നിഖിലേ, ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒത്തിരി വിളിയൊക്കെ വന്നെന്ന് അറിഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട്? എന്ന് പറയാനാ ഭയങ്കര സന്തോഷം. കാര്യം ഒരുപാട് പേര് സഹായിക്കാനും ഇപ്പം നല്ല മനസ്സുള്ളവരൊക്കെ സഹായിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആരും സഹായിക്കാറോ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ളവർ നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. ഇപ്പോഴതാ ഇപ്പം നിങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ചതേ ഉള്ളൂ. 2-3 പേര്. അപ്പൊ എഴുന്നേറ്റ് നോക്കിക്കേ. അപ്പൊ ഇതാണ് നിഖിലും അപ്പും തമ്മിലുള്ളൊരിത്. ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അപ്പു. എടാ ഇവിടെ നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും കുറെ അത്ഭുതമാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ട് ആൾക്കാർക്ക് കാണിച്ചും കൂടി കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ സ്കൂളിൽ യൂണിഫോമിലേ കണ്ടുള്ളൂ നിഖിലിനെ. ഇവിടെ വന്നിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അമ്മയെ ഒന്ന് കാണണം. ഇപ്പൊ ഇന്ന് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി വന്നതേ ഉള്ളൂ. നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ കുളിച്ചു. എന്നിട്ട് ഇവന് ഫുഡും കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൂന് ഭക്ഷണം അപ്പു തന്നെ കഴിക്കുമോ? അല്ല, ഞാൻ തന്നെ കൊടുക്കണം. അതായത് വാരി കൊടുക്കണം. അല്ലാതെ കഴിക്കത്തില്ല? അല്ലാതെ കഴിക്കില്ല. വേറെ എന്തൊക്കെയാ അപ്പൂന് വേണ്ടി ചെയ്യേണ്ടി വരിക? അപ്പൂന് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാം കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അവനെ കിടത്തുന്നതും അവന് ആഹാരം കൊടുക്കുക, എല്ലാം സകലമായ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെ അപ്പൂന്റെ കാര്യങ്ങളല്ലാതെ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്കും വയ്യ. അപ്പൊ അമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളൂ? അമ്മ ഫുഡൊക്കെ അമ്മ കഴിച്ചോളും. ബട്ട് അമ്മയ്ക്ക് ഈ സ്ലഗ്ഗി മൂമെന്റ്സ് ആണ്. അതായത് ഇപ്പം വിറയലും കാര്യങ്ങളും, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ എല്ലാം പതുക്കെ ചെയ്യാൻ പറ്റും. ഒരു സ്പീഡില്ല ഒന്നിനും. അതാണ്. ഈ അമ്മയ്ക്ക് ഇങ്ങനെ അവസ്ഥ വന്നിട്ട് എത്ര കാലമായി? ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം. ഇതാണ് അപ്പൊ നമ്മുടെ ലോകം, നമ്മുടെ അടുക്കള. അപ്പൊ ഇവിടെ വൈകുന്നേരം എന്താ ഉണ്ടാക്കാൻ പ്ലാൻ? എന്താ ഇന്ന് വൈകുന്നേരം എന്താണ് പറ്റുന്ന അത് ചെയ്യും. ഇപ്പൊ ചോറുണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കറികളോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളൊരു പ്ലാൻ. അതൊന്നും നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലല്ലേ ഈ ഭക്ഷണം എന്താവണം എന്നൊക്കെ ഉള്ളത്? അല്ലല്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി. നമുക്ക് വയറിലെ വിശപ്പ് മാറ്റിയാൽ പോരെ, എന്റെ ആവശ്യമുള്ളൂ. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഏറ്റവും? നോൺ വെജ് പ്രേമിയാണ്. എനിക്ക് നോൺ വെജ് ജീവനാണ്. പക്ഷെ നമുക്ക് പൈസ ഇല്ല, എല്ലാം വാങ്ങിക്കാൻ അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം മോസ്റ്റ്ലി അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇവിടെ നിന്ന് കൂടുതൽ സമയം ചുറ്റിത്തിരിയണ്ട, നമുക്ക് അമ്മയും കൂടെ ഒന്ന് കാണണം. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അപ്പം ഭയങ്കര മോന്റെ കാര്യത്തിൽ ഏറ്റവും ഇതിനെക്കാട്ടി കഷ്ടപ്പാടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവന്റെ പോസിറ്റീവ്, അവന്റെ സ്മൈൽ, അവനത് പറഞ്ഞ രീതി, അതൊക്കെയാണ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കമന്റ്സ് ഒക്കെ അമ്മ വായിച്ചു കാണുമല്ലോ. എന്താ തോന്നിയേ? എനിക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നി എൻ്റെ മോനെ കൊണ്ട്. ലൈക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. ഞാൻ പുണ്യം ചെയ്യണം എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട്.
പിന്നെ അവന് പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെയും നോക്കണം, അപ്പൂനെയും നോക്കണം. അതിൻ്റെ ഇതിൽ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. അല്ലാതെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ മോനെ കൊണ്ട്. കാരണം അവൻ ഇത്രയും പഠിക്കാനുള്ളതിലും അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം. അപ്പോൾ എപ്പോഴും അവനോട് പറയും, മോനെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനം ഉണ്ടാവും. ഇപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും ഈ അനുഗ്രഹം. ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുക. അത് എനിക്ക് ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു കൂപ്പുകൈ മാത്രം, നന്ദി മാത്രം, വേറെ വാക്കുകളൊന്നുമില്ല. എനിക്ക് ഇത് ഒരു ആക്സിഡൻ്റായിട്ട് ഇത് പറ്റിയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും പേര് അവനെ വിളിക്കാനും സംസാരിക്കാനും. അതിന് നന്ദി മാത്രം ഈശ്വരനോട്. ബാക്കി എന്താ പറയണത്, എനിക്ക് വാക്കുകളില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ല. അപ്പോൾ അവന് ആ ഷെഫ്, അവന് കമൻസിലെല്ലാം ഷെഫ് സുരേഷ് പിള്ള എന്നാ എഴുതിയേക്കണേ. അപ്പോൾ അവനൊരു ഷെഫാട്ടെ. സഹായം ചോദിക്കുന്നവരുടെ അടുത്ത് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവർ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താ അവരോട്? ഈ മോൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ കൺസേൺഡ്, വേറെ ഒന്നുമില്ല. എൻ്റെ മോൻ്റെയും അപ്പൂൻ്റെയും കാര്യം മാത്രം. അപ്പൂനെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഇത് നമുക്ക് തരുന്നത് ഒരു വലിയ മെസ്സേജാണ്. എത്രയോ ബുദ്ധിമുട്ടിലാണ്, പക്ഷെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുക എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് നമുക്ക് തരുന്നത്, അവൻ തരുന്നത്. എന്തായാലും ഇതെല്ലാവർക്കും ഒരു മാതൃകയാക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിലും വലിയ ദുഃഖത്തിലുള്ളവരുണ്ടാകാം, എങ്കിലും സഹായിച്ചവർക്ക് നന്ദി പറയുകയാണ് കുടുംബം. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം KS അശ്വതി, News 8. മണ്ഡലത്തിലേക്ക് തലശ്ശേരിയിൽ ഒരു ടൂറിസം